കഴിഞ്ഞ വീഡിയോയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നല്ലേ കണ്ടത്. ഇന്ന് പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. ഒരേ സമയത്ത് തന്നെ നമുക്ക് പരത്തുകയും ചെയ്യാം, വറുത്തെടുക്കുകയും ചെയ്യാം. സമയലാഭം തന്നെയാണ് ഇതിൻ്റെയും പ്രത്യേകത. ഇത് 3 കപ്പ് മാവ് എടുക്കാം. നമുക്ക് 3 കപ്പ് മാവിന് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇത് നേരത്തെ എടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്നും എണ്ണയോ, ചിലരൊക്കെ കുറച്ച് മൈദയും കുറച്ച് സൂചി, റവ ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ. സാധാരണ ഉപ്പ് മാത്രം ചേർത്തിട്ട്, എണ്ണയും ചേർത്തിട്ടില്ല ഞാനിതിൽ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് ചപ്പാത്തിയുടേതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിൽ വേണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളത്തിന് വേണമെങ്കിൽ 2-3 സ്പൂൺ വെള്ളം കുറച്ച് ചേർക്കാം. അതല്ലെങ്കിൽ 2-3 സ്പൂൺ ആട്ട കൂടുതൽ ചേർത്തെടുക്കാം. ഈ എണ്ണ നമ്മളിങ്ങനെ തേച്ച് പരത്തുന്നതിൻ്റെ 2 ഗുണമാണ്. ഈ എണ്ണയിൽ ഒട്ടും പൊടിയാകില്ല. എണ്ണയിൽ പൊടിയാകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പൂരി നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. മറ്റേത് നമ്മൾ ഒരുപാട് പൊടി ഇട്ടാണ് ഇത് പരത്തുന്നതെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയിൽ നിറച്ച് പൊടിയായിരിക്കും. അപ്പോൾ പൂരി വറുത്തെടുക്കുമ്പോൾ ആ പൂരിയുടെ പുറത്തും ആ പൊടി കാണും. ഒരെണ്ണം നമ്മളിങ്ങനെ പരത്തുന്ന അത്രയും സമയം എടുക്കുമ്പോൾ ഈ എണ്ണ ഒന്നുകൂടെ ചൂടാവും. നല്ല ചൂടുള്ള എണ്ണയിൽ വേണം പൂരി ഇടേണ്ടത്. എന്നാലാണ് അത് പെട്ടെന്ന് പൊങ്ങി വരുന്നത്. പിന്നെ ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരുപാട് എണ്ണ കുടിക്കും, അത് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിനകത്ത് എണ്ണ കയറും എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ മറിച്ചിട്ടിട്ട് അങ്ങ് എടുക്കുകയാണ്. ഇതിൽ ഒട്ടും എണ്ണ കുടിക്കില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് 2 പേരുടെ ആവശ്യമില്ല. നേരത്തെ പരത്തിയൊന്നും വെക്കണ്ട.